സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഭക്ഷ്യവകുപ്പ്. തകരാർ പൂർണ്ണമായും പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് പുനരാരംഭിക്കും. രണ്ടാം ദിവസവും സെർവർ തകരാർ മൂലം മസ്റ്ററിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഇന്നും റേഷൻ കടകളിലെ മസ്റ്ററിംഗ് സംവിധാനം പരാജയപ്പെടുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. എന്തായാലും ഈ സെർവർ പ്രശ്നം പരിഹരിക്കാതെ ഇപ്പോഴും ഇങ്ങനെ സാങ്കേതിക തടസ്സം നിലനിൽക്കുന്നത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. അതെ, സാങ്കേതിക പ്രശ്നം പരിഹരിക്കാത്തത് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ദിവസവും സംസ്ഥാന വ്യാപകമായി മസ്റ്ററിംഗ് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അതേ രീതിയിൽ തന്നെ മസ്റ്ററിംഗ് തടസ്സപ്പെടുകയായിരുന്നു. മഞ്ഞ കാർഡുകാർക്കായിരുന്നു ഇന്ന് മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത്. അവർക്ക് ഈ മസ്റ്ററിംഗിനോടൊപ്പം തന്നെ റേഷൻ വിതരണം കൂടി നടത്തുമെന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 8 മണി മുതൽ തന്നെ ഈ റേഷൻ കടകളിലേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയിട്ടും ഇത്തരത്തിൽ മസ്റ്ററിംഗ് പലതരത്തിലുള്ള സാങ്കേതിക പ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു. ആളുകൾ ഏറെ മണിക്കൂറുകളോളം ക്യൂ നിന്നതിന് ശേഷം മടങ്ങുന്നതായിരുന്നു ഒരു കാഴ്ച. ഞാനിപ്പോഴുള്ളത് കരമനയിലുള്ള ഒരു റേഷൻ കടയിലാണ്. ഇപ്പോൾ ഇവിടെ ഓരോ ആളുകളായി എത്തിയിട്ട് മസ്റ്ററിംഗ് ഉണ്ടോ എന്ന് തിരക്കിയതിന് ശേഷം പോവുകയാണ്. രാവിലെ ഇവിടെ വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ആളുകൾ ഈ ക്യൂവിൽ നിന്നുകൊണ്ട് ഈ മസ്റ്ററിങ്ങിന് വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ അരി വിതരണം കൂടി നടത്തുന്നത് ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ ഒരു പറയുന്നൊരു കാര്യം. ചില റേഷൻ ഉടമകൾ ആ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ രാവിലെ ഈ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരുന്നോ? അതെ, രാവിലെ മസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വൈകുന്നേരം കുറേ പേർക്ക് ചെയ്തു, ഇന്ന് പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്ന് മഞ്ഞക്കാർഡ് ഉടമകൾക്കായിരുന്നു അല്ലേ? അതെ, അത് നടന്നില്ല. രാവിലെ എത്ര പേർക്കെങ്കിലും ചെയ്തു? കുറച്ച് പേർക്കെങ്കിലും ചെയ്താൽ? ഇല്ല, ഇന്ന് ചെയ്തില്ല. എന്താണ് ഇതിന് കാരണം? ഇത് നെറ്റിന്റെ പ്രശ്നമായിരിക്കും. സാങ്കേതിക പ്രശ്നം തന്നെയാണ് അല്ലേ? അത് ഇന്നലെ വൈകുന്നേരം കുറേ പേർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന് നടന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിർത്തിവെച്ചതായി നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി എന്ന് മുതലാണല്ലോ അത് ഇതെല്ലാം ശരിയാക്കിയിട്ട് ചെയ്യും. പിന്നെ ആൾക്കാർക്ക് സമയം കൊടുക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ, ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതായത് രാവിലെ ആളുകളൊക്കെ ഇവിടേക്ക് മസ്റ്ററിങ്ങിന് വേണ്ടി എത്തിയിരുന്നു. മഞ്ഞക്കാർഡ് ഉടമകളായിരുന്നു എത്തിയിരുന്നത്. പക്ഷെ അവരൊക്കെ ഇത് ചെയ്യാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഫെബ്രുവരി 20-നായിരുന്നു സംസ്ഥാനത്ത് മസ്റ്ററിംഗ് തുടങ്ങിയത്. മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ ആകെ 1.54 കോടി ആളുകളുണ്ട്. ഈ മഞ്ഞ കാർഡ് ഉടമകളും പിങ്ക് കാർഡ് ഉടമകളും. അപ്പോൾ ഇതുവരെ പൂർത്തിയാക്കിയത് ഏതാണ്ട് 15 ലക്ഷം കാർഡ് ഉടമകൾക്ക് മാത്രമാണ്. മാർച്ച് 31-നകം ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മസ്റ്ററിംഗ് യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനും കഴിയും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചാണ് ഇത്രത്തോളം വലിയൊരു സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നത്. നേരത്തെയും ഈ പോസ് മെഷീനുകൾ തുടർച്ചയായിട്ട് തകരാറിലാകുന്നത് ഒരു പ്രതിസന്ധി നിലനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ സർവർ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്, വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സാങ്കേതിക പ്രശ്നമൊന്നും തന്നെ പരിഹരിക്കാതെ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മസ്റ്ററിംഗ് നടത്താൻ കഴിയാതെ പോയത്. ഏതായാലും തുടർച്ചയായ ദിവസങ്ങളിൽ മസ്റ്ററിംഗ് തടസ്സപ്പെടുകയാണ്. രാവിലെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇത് കരമനയുള്ളൊരു റേഷൻ കടയിലാണ്. കുറച്ച് റൂറലായിട്ടുള്ള ഏരിയയിലുള്ള റേഷൻ കടയിലാണ്. ഇവിടെ ഈ മഞ്ഞക്കാർഡ് ഉടമകൾ ഇവിടേക്ക് എത്തി മസ്റ്ററിംഗ് നടത്താനാകുമോ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ വന്ന് തിരക്കിയതിനു ശേഷം മടങ്ങുകയാണ്. രാവിലെയും നിരവധി ആളുകളാണ് ഓരോ റേഷൻ കടകളിലേക്കും ഈ മഞ്ഞക്കാർഡ് ഉടമകൾ എത്തിയിരുന്നത്. ചിലർ പറയുന്നു ഈ റേഷൻ വിതരണവും ഒപ്പം ഈ മസ്റ്ററിംഗും കൂടി ഒരുമിച്ച് നടത്തുന്നതാണ് ഈ സാങ്കേതിക പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സർവർ പ്രശ്നത്തെ തുടർന്ന് ഈ താൽക്കാലികമായി മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ശരി രശ്മി, സർവർ തകരാറിലായതിനെ തുടർന്ന് മസ്റ്ററിംഗ് സംവിധാനം പാടെ നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തുടനീളം കാണാൻ കഴിയുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.